നമുക്കൊക്കെ അറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നാളെ നടക്കാനിരിക്കുകയാണ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,391 വാർഡുകളിലായിരിക്കും വിധിയെഴുത്തുണ്ടാവുക. മലപ്പുറത്തിനും വയനാടിനും പുറമെ മറ്റു ജില്ലകളിലും മികച്ച പ്രകടനം ഇത്തവണ ഉണ്ടാകുമെന്നാണ് UDF പ്രതീക്ഷ വയ്ക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ആധിപത്യം തുടരാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് LDF. സംസ്ഥാനത്ത് UDFന്റെ കയ്യിലുള്ള ഏക കോർപ്പറേഷനായ കണ്ണൂരും നാളെയാണ് വിധിയെഴുതുന്നത്. മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റിന്റെയും സ്വന്തം ജില്ല ഇക്കുറി വാശിയേറിയ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. CV അനുമോദ് മലപ്പുറത്ത് നിന്നും ചേരുന്നുണ്ട്. ഒപ്പം KV ബൈജു കാസർഗോഡ് നിന്നും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് CV അനുമോദിലേക്ക് പോകാം. അനുമോദ്, മലപ്പുറത്ത് നിശബ്ദ പ്രചാരണമൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? ഗുഡ് മോർണിംഗ്. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവസാനവട്ടം സ്ഥാനാർത്ഥികൾ ഓരോരുത്തരെയും നേരിൽ കണ്ട് വോട്ട് ഉറപ്പിക്കുന്ന സമയം. ഇപ്പോൾ നമുക്കറിയാം, ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സ്വഭാവം തികച്ചും വ്യത്യസ്തമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറിയിട്ട്. അപ്പോൾ ഓരോ വാർഡിലേക്ക് മത്സരിക്കുന്നവരും ഇന്ന് വീടുകളിലെത്തി വോട്ടർമാരെ കാണാൻ ഒരു വട്ടം കൂടി ശ്രമിക്കുന്ന ദിവസമാണ്. ഒപ്പം തന്നെ പോളിംഗ് സാമഗ്രികൾ വിതരണം നടക്കുന്നുണ്ട്. നമുക്കിന്ന് പാലക്കാടും മലപ്പുറവും കോഴിക്കോടും സാധ്യത പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് പാലക്കാട് ജില്ലയിലെ ഒരു മത്സരം നഗരസഭയിലേക്ക് തന്നെയാണ്. നമുക്കറിയാം, അവിടെ BJP 2 തവണ അധികാരത്തിലെത്തിയ ഒരു നഗരസഭയാണ് പാലക്കാട്ടേത്. BJPക്ക് ആ ഭരണം തുടരാനാകുമോ എന്നുള്ള കാര്യമാണ് ഒരു ചോദ്യം. പ്രധാനമായിട്ടും BJPയിലെ അന്തഃഛിദ്രങ്ങൾ തന്നെയാണ് BJPയെ സംബന്ധിച്ച് അവിടെ വെല്ലുവിളി ഉയർത്തുന്നത്. അവിടെ കൃഷ്ണകുമാർ വിഭാഗവും അതുപോലെ തന്നെ മറുവശത്ത് അദ്ദേഹത്തെ എതിർക്കുന്നവരും പരസ്യമായി തന്നെ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം, പ്രസ്താവന നടത്തുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു ഭിന്നത പ്രചരണത്തിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയായിട്ടുണ്ടോ, അത് എങ്ങനെ UDF ഉപയോഗപ്പെടുത്തും, LDF ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് പാലക്കാട് നഗരസഭയെ കണ്ടറിയേണ്ട കാര്യം. ഒപ്പം തന്നെ മണ്ണാർക്കാട് നിലവിൽ UDFനാണ്, പക്ഷെ അവിടെ LDFന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്, അതിന് വിഘാതമായി നിൽക്കുന്നത് PK ശശി വിഭാഗക്കാരുടെ മത്സരം തന്നെയാണ്. അവർ LDFനെതിരെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയും മത്സരം കടുക്കുകയാണ്. UDFന് സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ മലപ്പുറത്ത് നിലവിൽ UDFന് വലിയ മേൽക്കോയ്മയുള്ള ഒരു ജില്ലയാണ്. ജില്ലാ പഞ്ചായത്തിലേക്കാവട്ടെ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കാകട്ടെ, അതേപോലെ നഗരസഭകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ തന്നെ UDFന്റെ ഒരു മേൽക്കോയ്മ നിലനിൽക്കുന്നുണ്ട്. അവിടെ LDF എവിടെയെല്ലാം നേട്ടം കൊയ്യാം എന്നുള്ള ഒരു കണക്കൂട്ടലാണ് അവരെ സംബന്ധിച്ചുള്ളത്. കഴിഞ്ഞ തന്നെ നേടിയ നഗരസഭകളെക്കാട്ടിലും മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെക്കാട്ടിലും നേട്ടം കൈവരിക്കുക എന്നൊരു ഉദ്ദേശമാണ് മലപ്പുറത്ത് LDFനെ സംബന്ധിച്ചുള്ളത്. കടുത്ത മത്സരം നടക്കുന്നുണ്ട്. തിരൂരൊക്കെ നിലവിൽ UDF ആണ്, അവിടെയൊക്കെ കടുത്ത മത്സരമാണ് നടക്കുന്നത്. അതുപോലെ പരപ്പനങ്ങാടി നമ്മൾ കണ്ടതാണ്. നിയാസ് പുളിക്കലും അതിനെ പോലത്തെയുള്ള നേതാക്കളിലൊക്കെ മുൻനിർത്തിയാണ് അവിടെ LDFന്റെ പോരാട്ടം നടക്കുന്നത്. പെരിന്തൽമണ്ണ കാലങ്ങളായിട്ട് LDFന്റെ കൈവശമുള്ള നഗരസഭയാണ്. അവിടെ ഇത്തവണ UDF മാറ്റം കൊണ്ടുവരുന്ന പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. നിലമ്പൂരിലും കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. അങ്ങനെ LDF UDF തമ്മിൽ നേർക്കുനേർ പോരാടുന്ന നഗരസഭകളുണ്ട്. അവിടെ മലപ്പുറത്ത് ഏറ്റവും അധികം ചർച്ചയായതും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ UDFന്റെ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഹകരണമാണ്. LDF അതിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് അവരുടെ പ്രചരണം നടത്തിയിട്ടുള്ളതൊക്കെ തന്നെ. സംസ്ഥാന വ്യാപകമായിട്ട് ഈ ഒരു സഹകരണം LDF പ്രചരണ വിഷയമാക്കുകയും മുഖ്യമന്ത്രിയും മറ്റു നേതാക്കളും ഒക്കെ അത് എല്ലാ വേദികളിലും പരസ്യമായിട്ട് UDFനെതിരെ ഉപയോഗിക്കുകയും ചെയ്ത ഒരു കാര്യമാണ്. അതിനെ ന്യായീകരിക്കുന്നത് അവർക്കൊപ്പം LDFനൊപ്പം നിൽക്കുമ്പോൾ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെയും വിശുദ്ധരെന്നും UDFനൊപ്പം നിൽക്കുമ്പോൾ അവർ തൊട്ടുകൂടാത്തവരാണെന്നുമുള്ള പ്രചാരണമാണ് LDF നടത്തുന്നതാണ് UDFന്റെ മറുപടിയായിട്ടുള്ളത്. അതുപോലെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു സഖ്യമല്ല, മറിച്ച് താഴെത്തട്ടിലുള്ള സഹകരണം മാത്രമാണ്. അത് പ്രാദേശികമായിട്ടുള്ള നീക്കുപോക്കാണ് എന്നാണ് UDFന്റെ ഭാഗത്തുള്ള വിശദീകരണം. ഇതേ മുൻനിർത്തി തന്നെയാണ് വലിയ തോതിൽ തന്നെ പ്രചരണം നടത്തിയിട്ടുള്ളത്. അതുപോലെ മലപ്പുറത്ത് മറ്റൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ ഒരു ചർച്ചാ വിഷയമായത് പൊന്മുണ്ടത്ത് ലീഗ് കോൺഗ്രസ് പരസ്പരം ഏറ്റുമുട്ടുന്നതാണ്. ലീഗിനെതിരെ അവിടെ കോൺഗ്രസ് ജനകീയ സഖ്യമുണ്ടാക്കി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. അത്തരത്തിൽ ചിലയിടങ്ങളിലൊക്കെ ചെറിയ ഭിന്നതകളുണ്ടെങ്കിൽ പോലും മലപ്പുറത്തിന് UDFനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നു എന്നൊരു ആത്മവിശ്വാസം തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. കോഴിക്കോട്ടാവട്ടെ ഇത്തവണയും LDFന്റെ പ്രതീക്ഷ ഭരണം നിലനിർത്താൻ കഴിയും എന്ന് തന്നെയാണ് വിഷയമായിരിക്കും. അത് UDFനെ എത്രത്തോളം ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പാലക്കാട്?
തീർച്ചയായും വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് പാലക്കാട് UDFന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു കേസ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപന സമയത്തും പ്രചരണ സമയത്തും വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു. പാർട്ടിയുടെ വിലക്കുണ്ടായിട്ട് പോലും തനിക്കൊപ്പം തനിക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്ക് വേണ്ടി താൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടുവാനും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ നിന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു കാര്യം. പക്ഷേ കേസ് വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് പോലും അറിയാത്ത അവസ്ഥ. അത് തീർച്ചയായിട്ടും സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ UDF ഒരു പ്രചരണായുധമാക്കി ഉപയോഗിക്കുമ്പോൾ പാലക്കാട് തന്നെയാണ് അതിൻ്റെ ഒരു ഏറ്റവും കടുത്ത പ്രതിസന്ധി UDFന് നൽകുന്നത്. കോൺഗ്രസ്സുകാരെ പുറമേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ പോലും അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ജനപ്രതിനിധിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള പീഡന കേസും അതേപോലെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി എത്തിയ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഹൈക്കോടതിയുടെ കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ജാമ്യത്തിന് ലഭിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നതുകൊണ്ടാണ് അറസ്റ്റിലേക്ക് നീങ്ങാത്തതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് അത് പ്രതിരോധിക്കേണ്ട സാഹചര്യം. അവിടെ BJPക്കെതിരെ കടന്നാക്രമണം നടത്തി പ്രചരണം നടത്തുന്ന സമയത്ത് അതിനു പകരം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രതിരോധിക്കേണ്ട സാഹചര്യം അവിടുത്തെ കോൺഗ്രസിന് വന്നു എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഒരു തലവേദനയായി തീർന്നിരിക്കുന്നത്. അതുതന്നെയാണ് ഈ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അവിടെ UDFനെ സംബന്ധിച്ച് തിരിച്ചടി ഉണ്ടാക്കുന്ന, തലവേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ മുതലെടുക്കാവുന്ന പ്രതീക്ഷയാണ് അവിടെ LDFനുള്ളത്. BJP ആവട്ടെ അവരുടെ അന്തഛിദ്രത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിവാദം കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് അവർ വെച്ചു പുലർത്തുന്നത്. ഇതിനാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിവാദം UDFനെ എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ നേർദൃഷ്ടാന്തമാകും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലം. അനുമതി, പ്രശ്നബാധിത ബൂത്തുകൾ ഏതെങ്കിലും ഉണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നൊരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ അവിടങ്ങളിൽ? നിലവിലെ സാഹചര്യത്തിൽ മാവോയിസ്റ്റ് മേഖലയായിരുന്നു മലപ്പുറത്തിൻ്റെ നിലമ്പൂർ മേഖലയിലൊക്കെ. പക്ഷേ കഴിഞ്ഞ പ്രശ്നബാധിത ബൂത്തുകളായിട്ടുണ്ടെങ്കിൽ പോലും അവിടെ കാര്യമായ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ സാധാരണയിൽ കവിഞ്ഞുള്ള മുന്നൊരുക്കങ്ങൾ ആ മേഖലയിലൊക്കെ തന്നെ നടത്തുന്നുണ്ട്. അത് മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ കണ്ട അതേ രീതിയിൽ തന്നെയാണ് അവിടെയും മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ഉള്ളത്. ഈ പ്രദേശങ്ങൾ മലപ്പുറവും പാലക്കാടും കോഴിക്കോടും ഒക്കെ തന്നെ കൂടുതൽ സന്നാഹങ്ങളെ വിന്യസിച്ചുകൊണ്ട്, കൂടുതൽ സംവിധാനങ്ങൾ വിന്യസിച്ചുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കണം. ഇന്നിപ്പോൾ രാവിലെ 10 മണി മുതൽ പോളിംഗ് സാമഗ്രികൾ വിതരണം ആരംഭിച്ച് തുടങ്ങും. ശേഷം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പിന്നീട് ഉള്ളത് കേവലം മണിക്കൂറുകൾ മാത്രമാണ്. എന്താണെങ്കിലും വരും മണിക്കൂറുകൾ നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക്, പോളിംഗ് സാമഗ്രി വിതരണവും പോളിംഗ് സ്റ്റേഷനുകളുടെ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും. എന്നാണെങ്കിലും പോളിംഗ് എന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ഇനി കേവലം മണിക്കൂറുകൾക്കകലെ മാത്രമായതുകൊണ്ട് തന്നെ നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ് ഇനിയുള്ളത്. ഓരോ വോട്ടർമാരെയും കണ്ട് വോട്ടുറപ്പിക്കാനുള്ള നേട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ശരി, CV അനുമോദാണ് മലപ്പുറത്ത് നിന്നും പാലക്കാട് നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി KV ബൈജുവിലേക്ക് പോകുമ്പോൾ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് നിശബ്ദ പ്രചാരണം പുരോഗമിക്കുന്നത്? കണ്ണൂർ, കാസർഗോഡ് എന്നൊക്കെ പറയുമ്പോൾ LDFന് കൂടുതൽ മുൻതൂക്കം ലഭിക്കുന്ന രണ്ടിടങ്ങൾ കൂടിയാണ്. അവിടെ എന്താണ് അവസ്ഥ? തീർച്ചയായും മനസ്സിലായി. ഗുഡ് മോർണിംഗ്. കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സംസ്ഥാനത്ത് ഗ്ലാമർ പോരാട്ടം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അനുസരി സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരായാലും കാസർഗോഡായാലും ഇടതിന് തന്നെയാണ് മേൽക്കൈ. മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ല, അതോടൊപ്പം KPCC പ്രസിഡന്റിന്റെ ജില്ല, അങ്ങനെ പല വിശേഷങ്ങളുണ്ട്. ഏതായാലും കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത് കോർപ്പറേഷൻ മത്സരം തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് 6 കോർപ്പറേഷനുകളിൽ UDFന്റെ കയ്യിലുള്ള ഏക കോർപ്പറേഷനാണ് കണ്ണൂർ. അത് നഗരപ്രദേശങ്ങളിൽ UDFന് മേൽക്കൈ നേടുമ്പോഴും ഗ്രാമപ്രദേശങ്ങൾ മുഴുവൻ ഇടതിന്റെ കോട്ടകൾ എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ. ഈ കോർപ്പറേഷനിൽ ഇത്തവണ ഈ ഇടതുമുന്നണി അത് പിടിച്ചെടുക്കും എന്ന ഒരു അവകാശവാദവുമായാണ് ശക്തമായി മത്സരരംഗത്തുള്ളത്. അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലെ മത്സരം, ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം LDFന് മൃഗീയ ഭൂരിപക്ഷമാണെങ്കിലും PP ദിവ്യ സ്ഥാനമൊഴിഞ്ഞ വിവാദങ്ങളൊക്കെ ഉണ്ടായ ജില്ലാ പഞ്ചായത്തിലെ മത്സരവും ഏവരും ഉറ്റുനോക്കുന്നത് തന്നെയാണ്. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗിലും വലിയ തോതിൽ വിമതർ ഇപ്രാവശ്യം ഉണ്ട് എന്നത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് കോർപ്പറേഷനിലാണ് ഏറ്റവും വലിയ വിമതർ ഉള്ളത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് മത്സരം എന്നൊക്കെ പറയാവുന്ന തരത്തിലാണ് ഇത്തവണ ഏതായാലും ഉള്ളത്. അതോടൊപ്പം കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ PK രാഗേഷിന്റെ പുതിയ പാർട്ടി 12 ഇടങ്ങളിലാണ്
കോർപ്പറേഷനിൽ മത്സരിക്കുന്നത്. അങ്ങനെ വളരെ രസകരവും അതുപോലെ തന്നെ വാശിയേറിയതുമാണ് കണ്ണൂരിലത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം കാസർഗോഡേക്ക് വന്നു കഴിഞ്ഞാൽ കാസർഗോട്ടും ജില്ലാ പഞ്ചായത്താണ് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത്. കാരണം ജില്ലാ പഞ്ചായത്തിൽ ഒരു LDF സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് LDF ഭരണം ലഭിച്ചിരുന്നത്. അതായത് ഒരു അംഗത്തിന്റെ പിൻബലത്തിൽ അത്രയും ബലാബലമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ മത്സരം. അതുകൊണ്ട് തന്നെ ഇത്തവണ LDF ഏത് വിധേയനെയും അത് നിലനിർത്താനുള്ള ശ്രമം നടക്കുമ്പോഴും മാറിയും മറിഞ്ഞും പിന്തുണയ്ക്കുന്ന ഓരോ മുന്നണികളെയും ഉള്ള ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനാണ് UDFന്റെ പ്രധാനമായ ശ്രമം. ഇവിടെയും കാസർഗോഡ് ജില്ലയിലെയും UDFനെ സംബന്ധിച്ചിടത്തോളം തലവേദനയാവുന്നത് വിമതന്മാർ തന്നെയാണ്. കാസർഗോഡ് നഗരസഭയിൽ വന്നാൽ മുസ്ലിം ലീഗിന് വർഷങ്ങളായി മുസ്ലിം ലീഗ് ഭരിക്കുന്ന കാസർഗോഡ് നഗരസഭയിൽ 6 വിമതരാണുള്ളത്. അതായത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപക്ഷമായ BJP ആണ്. വർഷങ്ങളായി BJPയും മുസ്ലിം ലീഗും തമ്മിൽ 7 സീറ്റിന് വ്യത്യാസമുള്ള ഒരു നഗരസഭയാണ് കാസർഗോഡ്. അവിടെ 6 വിമതന്മാരാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അങ്ങനെ അത്തരത്തിൽ വളരെ പ്രതീക്ഷയോടെ BJP പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അവിടെ തന്നെയാണ്. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ ഒരു ത്രികോണ മത്സരങ്ങളാണ് പല ഗ്രാമപഞ്ചായത്തുകളിലേക്കും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ഒക്കെ ഉള്ളതെന്ന് പറയേണ്ടി വരും. ഏതായാലും നീലേശ്വരം നഗരസഭയും കാഞ്ഞങ്ങാട് നഗരസഭയും LDFനോടൊപ്പമാണ്. അതിൽ നീലേശ്വരം LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമില്ലെങ്കിലും കാഞ്ഞങ്ങാട് ഒരു ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 6-ൽ 4 LDFനൊപ്പം എന്ന ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഇടതിന്റെ വലിയ മേൽക്കൈയുള്ള ഒരു ജില്ലയാണ്. BJP ശക്തമായി, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ ഒരുക്കങ്ങൾ നടത്തി BJP തൊട്ട് പിന്നാലെ ഉണ്ട്. അങ്ങനെ ത്രികോണ മത്സരം നടക്കുന്നു കാസർഗോഡ് എന്നതാണ് വളരെ പ്രാധാന്യം ഉള്ളത്. ഏതായാലും ഈ 2 ജില്ലകളിലും കണ്ണൂരായാലും കാസർഗോഡായാലും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം വലിയ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസും വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. കാസർഗോഡ് മാത്രം 436 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്, 96 അതീവ പ്രശ്നബാധിത ബൂത്തുകളുണ്ട്, 199 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വൻ സുരക്ഷാ സന്നാഹത്തിന്റെ നടുവിലാണ് നാളെ രാവിലെ. അവിടുത്തെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് വലിയ തോതിൽ ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൊട്ടിക്കലാശം പോലും അത്തരത്തിൽ അനുമതി നൽകാത്ത സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ കൊട്ടിക്കലാശ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ സംഘർഷം ഉണ്ടാകാറുണ്ട്. ഇന്നലെ കേന്ദ്രീകൃത കൊട്ടിക്കലാശം ഇല്ലാതിരുന്നിട്ടും പഴയങ്ങാടിയിൽ CPM ലീഗ് സംഘർഷമുണ്ടായി. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിൽ ലീഗ് CPM BJP സംഘർഷമുണ്ടായി. അതിനാൽ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഘർഷബാധിത പ്രദേശങ്ങളിലൊക്കെ റൂട്ട് മാർച്ച് നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൂടുതൽ പോലീസിനെ മറ്റ് ജില്ലകളിൽ നിന്ന്, അതായത് ഇപ്പോൾ വോട്ടെടുപ്പ് പൂർത്തിയായ 7 ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ എത്തുന്നുണ്ട്. കാസർഗോഡായാലും കണ്ണൂരായാലും അധിക പോലീസുകൾ വരുന്നുണ്ട്. അതായത് കൃത്യമായ നിരീക്ഷണം ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ഈ കള്ളവോട്ടൊക്കെ കൂടുതൽ നടത്തുന്നത് ഈ കണ്ണൂർ ജില്ലകളിലും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലകളിലുമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി അത്തരത്തിൽ നിരീക്ഷണം നടത്തി ഒരു സുഗമമായ തെരഞ്ഞെടുപ്പ്, അങ്ങനെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഈ പോളിംഗ് സ്റ്റേഷനിലെ സാമഗ്രികളുടെ വിതരണമൊക്കെ ഇപ്പോൾ അല്പസമയത്തിനകം, അതായത് 8 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അതോടൊപ്പം സുരക്ഷ ശക്തമാക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. ഏതെങ്കിലും തരത്തിൽ മറ്റു തരത്തിലുള്ള ഈ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നിരീക്ഷണം ശക്തമാക്കും. കൂടുതൽ പോലീസുകൾ ഉണ്ടാകും. നാളെ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെ ഈ ബൂത്തുകളിൽ, അതായത് അതീവ പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെ കൃത്യമായ തയ്യാറെടുപ്പുകൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നാണ് 2 ഇടങ്ങളിൽ നിന്നുള്ള ജില്ലാ ഭരണാധികാരികളും അറിയിക്കുന്നത്. ഏതായാലും സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ്. ഏറ്റവും അവസാനമായും പരമാവധി വോട്ടർമാരെ കാണാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. ഇന്നലെ രാത്രി ഏറെ വൈകിയും കുടുംബയോഗങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നും ഓരോ നിമിഷവും അത്തരത്തിൽ വിലപ്പെട്ടതാണ്. അങ്ങനെ ഓരോ വോട്ടർമാരെ കണ്ട് അവസാന വോട്ടുറപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് വടക്കൻ ജില്ല. അനുശ്രീ. ശരി, CV അനുമോദും KV ബൈജുവുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 70.9% പോളിംഗ് രേഖപ്പെടുത്തി. പോളിംഗ് ശതമാനത്തിൽ എറണാകുളം ജില്ലയാണ് ഏറ്റവും മുന്നിൽ. 74.58%
കുറവ് തിരുവനന്തപുരത്താണ് 67.4%, കൊല്ലം 70.36%, പത്തനംതിട്ട 66.78%, ആലപ്പുഴ 73.76%, കോട്ടയം 70.94%, ഇടുക്കി 71.77% എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിലെ കണക്കുകൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 58.24%, കൊല്ലം കോർപ്പറേഷൻ 63.32%, എറണാകുളം കോർപ്പറേഷൻ 65.52% പേർ വോട്ട് ചെയ്തിട്ടുണ്ട്.